everyone, welcome back to yet another episode. അപ്പോൾ ഇത് ഒരു സോളോ ഷോപ്പിംഗ് ഡേറ്റ് ആണ്. ആൻഡ് ആക്ച്വലി നമ്മൾ ഷോപ്പ് ചെയ്തിട്ട് കുറേ നാളായി, സാധനങ്ങളൊക്കെ തീർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിയർ ബൈ ലുലുവിൽ പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം. ആൻഡ് ഞാൻ ഒറ്റയ്ക്കാണ്, സോ ഇറ്റ്സ് എ സോളോ വൺ. സോ ലെറ്റ്സ് ഗോ. ഇപ്പോൾ ഒരു ടൈം 5:45 എന്തോ ആയി. ഞാൻ വെയിൽ കുറയട്ടെ എന്ന് പറഞ്ഞ് നിന്നതാണ്, പക്ഷേ വെയിലിനൊന്നും വലിയ കുറവൊന്നും ഇല്ലെങ്കിലും ലെറ്റ്സ് ഗോ. സോ ടെക്നിക്കലി ഞാൻ ഒരു സോളോ ഷോപ്പിംഗ് ഡേറ്റ് ആയിട്ട് കംപ്ലീറ്റ്ലി അങ്ങനത്തെ ഒരു വ്ലോഗ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ടും ഒരു ഷോപ്പിങ്ങിൻ്റെ കുറച്ച് ക്ലിപ്സ് മാത്രമേ എനിക്ക് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. സോ ഞാൻ വിചാരിച്ചു പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്യൂ ഡേയ്സ് ഇൻ മൈ ലൈഫ് എന്നുള്ള ഒരു സീരീസ് പോലെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചധികം ദിവസങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ വന്നത്. അപ്പോൾ ഷോപ്പിങ്ങിന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഒറ്റയ്ക്ക് നമ്മുടെ ലുലു തൊട്ടടുത്തുണ്ട് ഒരു ലുലു. അപ്പോൾ അങ്ങനെ പോയി അവിടെ കുറച്ച് പച്ചക്കറികൾ അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ മേടിക്കൽ. എനിക്ക് ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യാൻ ലുലുവിൽ ഇഷ്ടം വെജിറ്റബിൾസും ഫിഷും മേടിക്കാനാണ്. കുറേ കൂടെ എനിക്ക് ലുലുവിൽ പോകാൻ ഇഷ്ടം. അങ്ങനെ അതെല്ലാം മേടിച്ച് വന്നിട്ട് ഇത് വേറൊരു ദിവസമാണ്, യു ക്യാൻ സേ ഡേ 2. അപ്പോൾ അന്ന് നമുക്ക് ഷാർജയിൽ സേഫ് സോൺ ഉണ്ട്, അല്ലെങ്കിൽ എയർപോർട്ട് ഫ്രീ സോൺ എന്ന് പറയുന്ന അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ ഞാൻ ക്യാബ് വിളിച്ചാണ് അങ്ങോട്ടേക്ക് പോയത്. കാരണം നമുക്ക് ബസ്സോ അല്ലെങ്കിൽ മെട്രോ അങ്ങനെ ഒന്നും അവൈലബിൾ അല്ല. അപ്പം ഫുള്ള് ഈത്തപ്പഴം നന്നായിട്ട് പഴുത്ത് നിൽക്കുക സൈഡിൽ ഫുള്ള്. അപ്പോൾ എനിക്ക് എപ്പോൾ അത് കണ്ടാലും ഒരു അട്രാക്ഷനാണ്. ഒരു ഇല്ല കൊച്ചു പിള്ളേർക്ക് തോന്നുന്ന ഒരു ഇതില്ലേ ചില കാര്യങ്ങൾ കാണുമ്പോൾ, അതുപോലത്തെ ഒരു അട്രാക്ഷനാണ് എനിക്ക് ഈത്തപ്പഴത്തിൻ്റെ മരം. ഇങ്ങനെ അതും ഈത്തപ്പഴം ഇങ്ങനെ തിങ്ങി ഇങ്ങനെ പഴുത്തൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ പോയി. ഒടുക്കത്തെ വെയിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പോയത് ഒരു 12 ആ ഒരു ടൈമിലായിരുന്നു. അപ്പോൾ ഈ സേഫ് സോണിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ബിൽഡിംഗ് ആണ്. A to Z വരെ എന്തോ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് Y1 ആയിരുന്നു പോകേണ്ടത്. അങ്ങനെ എങ്ങനെയോ പോയി ഞാൻ. ആൻഡ് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ബാബിയും ഫാമിലി എല്ലാവരോടും ഒരു ട്രിപ്പ് പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു പാറ്റേണും ഒക്കെ. എനിക്ക് പൊതുവേ കോട്ട് സെറ്റിനോടാണ് ഭയങ്കര താല്പര്യം. ആൻഡ് ഇത് അന്ന് ഈവനിങ് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഫോർമൽസ് ഒന്നും ഇല്ല ഇക്കയ്ക്ക്, അതായത് ഹസ്ബൻഡിന് ഫോർമൽസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഫോർമൽസ് മേടിക്കാൻ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കും ഫോർമൽസ് ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഞാൻ ഫോർമൽസ് 1-2 എന്തോ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്നാൽ പിന്നെ മാക്സിൽ പോയി ഫോർമൽസ് എടുക്കാമെന്നും പറഞ്ഞു. നമ്മൾ നിയർ ബൈ സഹാറ സെൻറ്റർ അല്ല, വേറെ എവിടെയാണ് കേട്ടോ പോയത്, പക്ഷേ ഞാൻ ആ സ്ഥലത്തിന് പേര് മറന്നു. അവിടുത്തെ മാക്സിൽ കയറാമെന്നും പറഞ്ഞിട്ട് മാക്സിൽ പോയി നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഷോപ്പ് ചെയ്ത് രണ്ടുപേർക്കും ഫോർമൽസ്, ഷർട്ട്, പാൻറ് അങ്ങനെ കുറച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ ഓഫീസിൽ പോയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ ഓഫീസിൽ ഞാനന്ന് സൽവാർ ഇട്ടിട്ടാണ് പോയത്. പൊതുവെ നമുക്ക് ഫോർമൽസ് ഇടാൻ പാടുള്ളൂ എന്നുണ്ട്. അന്ന് പിന്നെ നമ്മൾ എന്തോ സൽവാർ ഇട്ടിട്ട് പോയി. അങ്ങനെ ഈ ഒരു ബ്ലാക്ക് സൽവാർ എൻ്റെ ഫേവറേറ്റ് ആണ്. അത് ആക്ച്വലി ഉമ്മി വന്നപ്പോൾ ഉമ്മി കൊണ്ടുവന്നതാണ്. ആൻഡ് ഇത് നെക്സ്റ്റ് ഡേ എന്ന് പറയാൻ പറ്റില്ല, സാറ്റർഡേ കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്നും പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലീനിങ്. അത് എസ്പെഷ്യലി നമ്മുടെ വാർഡ്രോബ് ക്ലീനിങ്. എനിക്ക് പണ്ടും ഇഷ്ടമല്ല, ഇപ്പോഴും. പിന്നെ പണ്ട് തൊട്ട് എന്തെങ്കിലുമൊക്കെ അടുക്കി പറക്കി വെക്കുമ്പോൾ പണ്ട് കളഞ്ഞു പോയതും അതുപോലെ വേറെ ഡ്രസ്സും കമ്മലും ഒക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യും. ഈ പ്രാവശ്യം കിട്ടിയതാണെങ്കിൽ നമ്മുടെ വെഡ്ഡിങ് റിസപ്ഷൻ്റെ മിനി ആൽബം. ഞാൻ ഈ ഒരു ചെറിയ മിനി ആൽബം ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ റിസപ്ഷന് ഞാൻ സാരി ആയിരുന്നു ഉടുത്തിരുന്നത്. അപ്പോൾ റിസപ്ഷൻ നമ്മുടെ നടന്നത് തൃശ്ശൂരാണ്, ചെക്കൻ്റെ വീട് തൃശ്ശൂരായതുകൊണ്ട് അവിടെ വെച്ചിട്ടായിരുന്നു റിസപ്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു മിനി ആൽബത്തിൽ നമ്മളുടെ നിക്കാഹിൻ്റെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മിനി ആൽബം ചെയ്തത്. ഇതിൻ്റെ ലോങ് ആൽബം ഉണ്ട്, അതുപോലെ മിനി ആൽബം ഉണ്ട്. അത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് ഓരോ ഫോട്ടോസൊക്കെ കണ്ട് അങ്ങനെ ഒരു 1/4 മണിക്കൂർ ഞാൻ ഈ ഒരു ആൽബം കൊണ്ടിരുന്നു. അന്നത്തെ കാര്യങ്ങളും അന്നത്തെ ഫോട്ടോസും പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ അതും ഇതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്നൊരു മെമ്മറി ഇങ്ങനെ അന്നത്തെ ഇങ്ങനെ ഭയങ്കര ടയേർഡായിരുന്നു ഇല്ലേ, ആ ഫോട്ടോയിലൊക്കെ കുറച്ചുകൂടെ ചിരിക്കായിരുന്നു എന്നൊക്കെ പിന്നീട് ഞാൻ ആലോചിച്ച സംഭവമാണ്. ഈ ടൈമൊക്കെ ഉണ്ടല്ലോ, ഈ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര കുഴഞ്ഞിട്ട് എനിക്കങ്ങ് ദേഷ്യം വന്നിട്ടൊക്കെയാണ് ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഇത് ബോഡി സാൾട്ടാണ്. അതായത് പപ്പായ ഫ്ലേവേർഡാണ് ഞാൻ മേടിച്ചത്. നമ്മുടെ ബോഡിയിൽ സ്ക്രബ് ചെയ്തിട്ട് കുളിക്കാൻ പറ്റുന്ന വീക്ക്ലി വൺസ് ഒക്കെ നല്ലൊരു സ്കിന്നപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. അങ്ങനെ ഫസ്റ്റ് ഇതിലേക്ക് ഇട്ടപ്പോൾ അടുത്ത സാധനം എൻ്റെ കൈ കിട്ടി, അതായത് പാച്ചസ് ഇല്ലേ. പിന്നെ ഞാൻ അതും എടുത്ത് വെച്ചു. ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അടുക്കി പറക്കുമ്പോൾ ഓരോന്ന് കയ്യിൽ കിട്ടും. അത് വെച്ച് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഒരു 1/2 മണിക്കൂർ കളയും. എന്നിട്ട് ഫസ്റ്റ് ഇതിലേക്ക് സെറ്റ് ചെയ്തു. രണ്ടാമത്തേൽ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ, നമ്മുടെ മേക്കപ്പ്, ഹെയർ കെയർ, ക്ലിപ്പ്
ക്ലിപ്പ്, അതുപോലെ എൻ്റെ ഈ കാര്യം കുറച്ച് സ്പ്രേ, എൻ്റെ കമ്മലുകൾ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ചു. ഇതാണ് മെയിൻലി നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത്. പിന്നെ കണ്ടില്ലേ എൻ്റെ പുറത്ത് പോകുന്ന ഡ്രസ്സും അതിൻ്റെ തൊട്ട് താഴത്തിൽ നമ്മുടെ രണ്ടുപേരും വീട്ടിലിടുന്ന ഡ്രസ്സുമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് എത്ര മടക്കിയാലും അത് പെട്ടെന്ന് തന്നെ മെസ്സാവും, കാരണം എല്ലാ ദിവസവും എടുക്കുന്നത് കൊണ്ട്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയതുകൊണ്ട് നല്ല രീതിയിൽ അതിൽ ഡിവൈഡ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ഞാൻ ബേസിക്സ് ആയിട്ട് ചുരിദാറുകൾ ഫ്രണ്ടിൽ വെച്ചു, അബായ ഒരു സൈഡിൽ വെച്ചു, ജീൻസിൻ്റെ ടോപ്പ് ഒരു സൈഡിൽ വെച്ചു, ബാക്കിൽ കോട്ട് സെറ്റ് വെച്ചു, അങ്ങനെ തട്ടിക്കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ ഏറ്റവും ലോയിൽ നമ്മുടെ ബെഡ്ഷീറ്റും അതുപോലെ വീട്ടിലിടുന്ന ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് നൈറ്റീസും അങ്ങനത്തെ സംഭവങ്ങൾ വെച്ചു. ഏറ്റവും താഴെ നമ്മുടെ ട്രാവൽ ബാഗുകളാണ് വെച്ചേക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞിക്ക കുറച്ച് ഫ്ലവേഴ്സ് മേടിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് ഫ്ലവേഴ്സ് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തപ്പിയിട്ട് ആൾക്ക് കിട്ടിയില്ല. ഈ ഒരു ഏരിയയിൽ ഫ്ലവർ ഷോപ്സ് ഭയങ്കര കുറവാണ്, പക്ഷെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ നല്ലത് കിട്ടും. അങ്ങനെ കിട്ടിയത് റോസാപ്പൂവാണ്. അപ്പോൾ അത് കൊണ്ടുവന്നു. പിന്നെ ഞാൻ അത് വെച്ചു. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്ക് നമ്മുടെ ഈ മാസത്തെ ഷോപ്പിംഗ്, ഗ്രോസറി ഷോപ്പിംഗ് നമ്മൾ ഇതുവരെ ചെയ്തില്ല. അപ്പോൾ കറൻറ്റ്ലി ഞാനിപ്പോൾ ഡയറ്റിലാണ്. ഇന്ന് സൺഡേ ചീറ്റ് ഡേ ആണ്, അതല്ലാത്തപ്പോൾ ഡയറ്റിലാണ്. അപ്പോൾ കാരണം ഞാൻ നന്നായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ നമ്മുടെ അൽനാഥ പാർക്കിൻ്റെ തൊട്ടടുത്ത് നോക്കിയപ്പോൾ വീണ്ടും ഈത്തപ്പഴം ഇങ്ങനെ പഴുത്ത് തുടുത്ത് നിൽക്കുക. നമ്മൾ ലുലുവിലാണ് ഇപ്രാവശ്യം പോയത്. അങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ ഞാൻ മുല്ലപ്പൂവിൻ്റെ ചായ കണ്ടു. ചായയല്ല, മുല്ലപ്പൂവിൻ്റെ ആ ഒരു ടീയുടെ ഒരു ഇത് കണ്ടു. അതൊക്കെ നോക്കി. പിന്നെ കുറച്ച് പച്ചക്കറികളും അതുപോലെ ഒരു നല്ല സാലഡ് ഡ്രസ്സിങ്ങും തപ്പി. പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ വിയർത്ത് കുളിച്ചൊരു പരുവായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫിഷ് കറിയൊക്കെ വെച്ച് പിന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നമ്മൾ ആ ഡേ എൻഡ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ.